നമസ്കാരം. ഈ വാർത്താദിനത്തിലെ സമഗ്ര വാർത്തകളുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, കുവൈറ്റിൽ നിന്ന് വരുന്ന ദുരന്ത വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയിലേക്കാണ് ആദ്യം. കുവൈറ്റിലെ വൻ തീപിടുത്തത്തിൽ 11 മലയാളികൾക്ക് ദാരുണാന്ത്യം. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരുക്ക്. മരിച്ചവരിൽ 21 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. അപകടത്തിൽ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരെ ഇന്ത്യൻ സ്ഥാനപതി ആദർശ് സൈക്യ സന്ദർശിച്ചു. എൻ്റെ മകൻ നജീമും ഈ ഷെമീറും ഒരു ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തീപിടുത്തം ഉണ്ടായി. അങ്ങനെ ജനൽ പൊളിച്ച് ഇവർ കുറേ പേർ രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ എൻ്റെ മോൻ നജീമും ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി അങ്ങനെ ഷെമീറെന്ന് പറഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ഞാൻ കാർക്ക് കിട്ടിയ അറിവ്. കുഞ്ഞിൻ്റെ കയ്യും കാലും എല്ലാം ഒടിഞ്ഞ് എന്തോ കുവൈറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുക. It's a very unfortunate fire accident happened today morning in Mangaf area, and I'm very sad to tell you that several Indian nationals who were living there have died and several have been hospitalized. But the good news also is that those who have been hospitalized, most of them are stable and out of danger. So we hope for their very speedy recovery. But my condolences to the families of all those who have died. We are ascertaining full details, and I want to tell my Indian brothers and sisters that the embassy is fully there. We have established a 24/7 helpline to give information, whatever information we have, whatever updates we have from the hospital, to the families of those injured. അപകടത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തി. എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഗിരീഷ് ഒറ്റപ്പാലം കുവൈറ്റിൽ നിന്ന്, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നൊപ്പം AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന്. ആദ്യം ഗിരീഷ് ഒറ്റപ്പാലത്തിലേക്ക്. ഗിരീഷ്, ഏറ്റവും ഞെട്ടലുണ്ടാക്കിയൊരു ദുരന്ത വാർത്തയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നുമൊക്കെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ മരണമടഞ്ഞവരുടെ സംഖ്യ അത് വർദ്ധിച്ചിരിക്കുന്നു. മലയാളികളുടെ എണ്ണവും കൂടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ എന്തൊക്കെ? അനുജ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഇന്ത്യൻ ജനതയെ, കുവൈറ്റ് ജനതയെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ന് അതിരാവിലെ നടന്നിരിക്കുന്നത്. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് മംഗഫ് ബ്ലോക്ക് 4-ൽ 100 ജീവനക്കാർ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ ഈ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം പുലർച്ചെ നല്ല ഉറക്കത്തിലുള്ളപ്പോഴുണ്ടായ ആ സമയത്തുള്ള അഗ്നിബാധ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടി എഴുന്നേറ്റ പലരും പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. 6 നിലയിലുള്ള കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരമായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പലരെയും സന്ദർശിച്ചു. അവരുടെ ഇപ്പോൾ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹും സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. നിലവിൽ കെട്ടിടത്തിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യയിലെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഈ ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ 65505246 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് അനുജ എംബസി നൽകിയിരിക്കുന്നത്. ഗിരീഷ്, ഇതിൽ 11 മലയാളികൾ, അവരുടെ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാറായോ? അത് സ്ഥിരീകരിച്ച് അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? അനുജ, ഈ 11 പേരുടെ വിശദ വിവരങ്ങൾ, അവർ ഏതൊക്കെ ജില്ലക്കാരാണ്, അവർ എത്ര കാലമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു എന്നുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് അടുത്ത മണിക്കൂറിൽ തന്നെ ലഭ്യമാവും. ഇതിൽ ജീവൻ നഷ്ടമായവരുടെ വിരലടയാള പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. എത്രയും പെട്ടെന്ന് തന്നെ ആ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനുജ നമ്മൾ ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ അപകടത്തിൽ മരിച്ച ഷമീർ
എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര സ്വദേശിയാണ് എന്ന്. ഇപ്പോൾ ഷമീറിന് എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്? കുടുംബാംഗങ്ങൾ ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചോ? അവർക്ക് ഇത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു എന്നാണോ? അനുജ, ഈ ഷമീർ കൊല്ലം ആനയടി സ്വദേശിയാണ്. നിലവിൽ കുടുംബം ഈ മരണവാർത്ത അറിഞ്ഞിട്ടുണ്ട്. ഈ ഷമീറിന്റെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ വഴിയാണ് കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞത്. മരണം സംഭവിച്ചു എന്ന വിവരം സുഹൃത്തുക്കളാണ് ഷമീറിന്റെ പിതാവിനെ ഉൾപ്പെടെ അറിയിക്കുന്നത്. 5 വർഷം മുമ്പാണ് ഷമീർ കുവൈറ്റിലേക്ക് പോകുന്നത്. 9 മാസം മുമ്പ് നാട്ടിലെത്തിയിരുന്നു. അവധിക്ക് നാട്ടിലെത്തി മടങ്ങുകയാണ്. ഷമീറിന് വിവാഹിതനാണ് ഷമീറിനൊരു ഭാര്യയുണ്ട്, സുറുമി എന്നാണ് പേര്. ഇവർക്ക് കുട്ടികളില്ല. കുടുംബം ഈ ഒരു വാർത്ത കേട്ട് വളരെ ദാരുണാവസ്ഥയിലാണ്, വളരെയധികം വിഷമത്തിലാണ്. കാരണം അടുത്തു തന്നെ ഒരു അവധിക്കും മറ്റും വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും കിട്ടിയിട്ടില്ല. ചില സുഹൃത്തുക്കൾ വഴിയാണ്, നാട്ടിലുള്ള സുഹൃത്തുക്കൾ ഈ വിവരം അറിയുന്നത്. പിന്നാലെ കുടുംബത്തെ ഈ വിവരം അറിയിച്ചു. എന്തായാലും മറ്റു വിവരങ്ങൾ നമുക്ക് കുടുംബത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു മരണത്തിൽ കുടുംബം വലിയ വിഷമത്തിലാണ്. കാരണം അവരുടെ ഏക ആശ്രയമായിരുന്നു ഷമീർ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഷമീറിന് ഒരു ഭാര്യയാണുള്ളത്. എന്തായാലും കുടുംബം ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്, വലിയ സങ്കടത്തിലാണ്. എന്തായാലും കുടുംബവും എംബസിയും ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴ സ്വദേശി താമരക്കുളം സ്വദേശിയും നിലവിൽ ഈ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇയാൾ ഈ അപകടമുണ്ടായ ഒരു ഘട്ടത്തിൽ ഇതിന്റെ മതിലും മറ്റും ചാടിക്കടന്നാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ആലപ്പുഴ ഒരു സ്വദേശിയും ആലപ്പുഴ വിളിയം സ്വദേശി നജീബും നിലവിൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. എന്തായാലും ഷമീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് അനൌദ്യോഗികമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കുടുംബം ഈ മരിച്ചു എന്നൊരു വാർത്ത കുടുംബം സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരാനുണ്ട്. ഇന്ത്യൻ എംബസി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിലുണ്ടായ അപകടത്തിൽ കൊല്ലം ഓയൂർ ആനയടി സ്വദേശി ഷമീർ മരിച്ചു എന്ന വിവരം കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി അറിയിച്ചതല്ല, അവിടെ നിന്ന് ചില സുഹൃത്തുക്കൾക്ക് വഴിയൊക്കെ ലഭിച്ചിട്ടുള്ള വിവരമാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ഏതായാലും കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇക്കാര്യം നിലവിൽ ഞങ്ങളുടെ പ്രതിനിധിയോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊല്ലം ആനയടി സ്വദേശിയാണ് ഷമീർ. ഈ ലേബർ ക്യാമ്പിലെ തൊഴിലാളിയായിരുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. മറ്റൊരു ആലപ്പുഴ സ്വദേശി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന വിവരമൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി കൂടിയുണ്ട് തത്സമയം. നിതിൻ, ഇപ്പോൾ ഇന്ത്യ ഈ അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഇന്ത്യക്കാർ ഈ ലേബർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ അപകടത്തിൽപ്പെട്ടവർ കൂടുതലും ഇന്ത്യക്കാർ തന്നെയാണ് എന്ന വിവരമൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി അപകടത്തിൽ അനുശോചിച്ചിട്ടുണ്ടല്ലോ. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തി നേരത്തെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനായി എല്ലാ സഹായവും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ എംബസി പ്രതിനിധിയെ അവിടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 0065505246 എന്നതാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പറായി ഇപ്പോൾ എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. എല്ലാ സഹായവും ഇന്ത്യൻ എംബസി ചെയ്യുമെന്നും എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ എല്ലാ രക്ഷാപ്രവർത്തനത്തിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. 40-ലധികം പേർ ഈ ഒരു അപകടത്തിൽ മരിക്കുന്നു. മാത്രമല്ല അതിൽ ഏറെയും മലയാളികളാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അത് ആ ഒരു വിവരങ്ങൾ ലഭിക്കുന്നവർക്കാണ് കൂടുതൽ പ്രതികരണങ്ങളെല്ലാം തന്നെ അറിയിക്കുമെന്ന് ഇപ്പോൾ എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ സഹായമെല്ലാം തന്നെ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനായി അതിന്റെ ഭാഗമാകാൻ അംബാസിഡർ അടക്കമുള്ള അധികൃതരും ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചുകൊണ്ട് അതിന്റെ നടപടികളെല്ലാം തന്നെ തുടരുന്നത്. എന്തായാലും നടുക്കം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിലെ ഈ ക്യാമ്പിൽ എത്ര പേരാണ് ഇന്ത്യക്കാരായി ഉണ്ടായിരുന്നത്? മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ അതൊക്കെ കുറെ കൂടി സ്ഥിരീകരിക്കുന്ന രീതിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും അവർ പുറത്തുവിടുന്നുണ്ടോ നിതിൻ?
അനുജ, ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയം ശേഖരിച്ചു വരുന്നു എന്നാണ് നേരത്തെ എസ് ജയശങ്കർ അറിയിച്ചത്. ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ വന്നതെന്ന് ഉറപ്പ് മാത്രമേ ഇതിന്റെ ഏത് നിലയിലാണ് അപകടം സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല ഈ അപകടത്തിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി അറിയിച്ചത്. കൂടാതെ ഇന്ത്യൻ അംബാസിഡർ അവിടെ പ്രദേശത്തെക്കൊണ്ട് അവിടുത്തെ സാഹചര്യം വിലയിരുത്തി സൂക്ഷ്മമായി തന്നെ നിരീക്ഷണം നടത്തി അവിടുത്തെ സാഹചര്യം എല്ലാം തന്നെ ഉടൻ തന്നെ വിദേശകാര്യമന്ത്രിയെ അറിയിക്കും. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ. നിലവിലിപ്പോൾ പ്രാഥമികമായി ലഭിച്ച വിവരപ്രകാരമുള്ള പ്രതികരണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം അടക്കമുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദാംശങ്ങൾ അടക്കം പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിലായി നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ അവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതെന്ന കാര്യത്തിൽ ഒരു പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 40-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര ഇന്ത്യക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. കുവൈറ്റിലെ മംഗഫിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് 11 മലയാളികൾ മരിച്ചു, 49 പേർ ആകെ മരിച്ചു എന്ന തരത്തിലേക്കാണ് അവിടുത്തെ വാർത്താ ഏജൻസി വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 11 പേർ മലയാളികളാണ്, കൂടുതൽ പേരും ഇന്ത്യക്കാർ തന്നെയാണ് എന്ന വിവരമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പ് ലൈൻ നമ്പർ പ്രത്യേകമായി ഇപ്പോൾ അത് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനോടകം തന്നെ കൊല്ലം സ്വദേശിയായ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന ഷമീറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അത്തരത്തിലേക്കുള്ള വിവരങ്ങൾ ലഭിച്ചു. അത് സുഹൃത്തുക്കൾ വിളിച്ചറിയിച്ചതാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഗിരീഷിലേക്ക്. ഗിരീഷ്, ഇതിൽ 6 നിലയുള്ളൊരു കെട്ടിടത്തിലാണ് തീപിടുത്തം. അതിൽ താഴത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നു. കൂടുതലും വിഷപ്പുക ശ്വസിച്ചും കൂടാതെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഉണ്ടായ പരിക്കിൽ ഉള്ള മരണം, ആ തരത്തിലേക്കൊക്കെയാണോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? പുലർച്ചെയായിരുന്നു, കൂടുതൽ പേരും ഉറങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അനുജ, ഇപ്പോഴും എന്താണ് വ്യക്തമായ കാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം ഉറക്കത്തിലായിരുന്ന ആളുകളാണ് 35 പേരിലധികം പേർ മരിച്ചതിൽ. ഇവരെല്ലാം ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു അപകടമായിട്ടാണ് ഇതിനെ പലരും പറയുന്നത്. അതിന്റെ വ്യക്തമായ കാരണം ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടില്ല അനുജ. അതേസമയം ഇത്രയും ഈ ഒരു ദുരന്തത്തിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹ്, അതോടൊപ്പം കിരീടാവകാശി സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് എന്നിവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ഇരു നേതാക്കളും പുറപ്പെടുവിച്ച അനുശോചന സന്ദേശത്തിലും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്ഥാനപതി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സൈക്ക എല്ലാ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ എല്ലാ സംഘടനാ നേതാക്കളും അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈ ഒരു ദുരന്തം വല്ലാത്തൊരു അഗാധ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അനുജ ഇപ്പോഴുള്ളത്. അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് മരിച്ച മലയാളികൾ എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും എന്ന പ്രതീക്ഷയിലാണ് അനുജ. ഗിരീഷ്, ഇതിൽ നേരത്തെയൊക്കെ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു, അത് ഒന്നിലേറെ ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു, അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത് എന്നതൊക്കെയാണ്. അത് സ്ഥിരീകരിക്കാമോ? അതിപ്പോഴും അനുജ സ്ഥിരീകരിച്ചിട്ടില്ല. ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് ശരിക്കും പൂർണ്ണമായും അത് സ്ഥിരീകരണം വന്നിട്ടില്ല. അതേസമയം ഫയർഫോഴ്സ് വൃത്തങ്ങളാണ് അതിൽ നിന്നുള്ള അപകടമായിരിക്കാം, അത് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നുമുണ്ട് അനുജ. കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിലാണ് 11 മലയാളികൾ ഉൾപ്പെടെ 49 പേർ മരണമടഞ്ഞുവെന്ന ഏറ്റവും ദുഃഖം നിറഞ്ഞ വാർത്ത അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. പക്ഷേ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ലേബർ ക്യാമ്പിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ 11 മലയാളികൾ മരണമടഞ്ഞിട്ടുണ്ട് എന്ന വിവരം. ഒരു കൊല്ലം സ്വദേശി ഷമീർ എന്നയാൾ ഈ അപകടത്തിൽപ്പെട്ടു, അദ്ദേഹം മരണമടഞ്ഞു എന്ന വിവരം കുടുംബാംഗങ്ങൾ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തും വേഗം ഇടവേള എടുത്തതിന് ശേഷം.
തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരുക്കേറ്റു. 21 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ ഇന്ത്യൻ സ്ഥാനപതി സന്ദർശിച്ചു. അവരുടെ നിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നതാണ് അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപകടത്തിൽ ഇപ്പോൾ ഒരു കൊല്ലം സ്വദേശി ഷമീർ എന്നയാൾ മരിച്ചു എന്ന വിവരവും സ്ഥിരീകരിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. നിതിൻ അംബുജന വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിതിൻ, കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെടുന്നു എന്ന ഏറ്റവും പുതിയ വിവരം, വിശദാംശങ്ങൾ. അനുജ, അല്പസം മുമ്പാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇപ്പോൾ ഈ വിവരം പങ്കുവച്ചത്. രൺധീർ ജയ്സ്വാൾ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉടൻ തന്നെ കുവൈറ്റിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. അവിടുത്തെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ പ്രാദേശിക അധികൃതരുമായി ഈ സംഭവത്തിൽ തുടർന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതിനായാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെടുന്നത്. ദാരുണമായ സംഭവമാണ് ഇന്ന് ഉച്ചയോടെ തന്നെ പുറത്തു വന്നത്. മാത്രമല്ല 40-ലധികം പേർ അവിടെ മരിക്കുന്നു. അതിൽ എത്ര ഇന്ത്യക്കാർ ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ തന്നെ വിദേശകാര്യ മന്ത്രത്തിന് ലഭിക്കുന്നതേയുള്ളൂ. നിലവിലിപ്പോൾ ഈ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കിയ ഒരു കാര്യം, വിവിധ ആശുപത്രികളിലാണ് ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റവരെല്ലാം തന്നെ കഴിയുന്നത്. ജഹറ ആശുപത്രി, അതോടൊപ്പം തന്നെ അങ്ങനെ വിവിധ ആശുപത്രി, മുബാറക് ആശുപത്രി, മുബാറക് അൽ കബീർ ആശുപത്രി, അവിടെയെല്ലാം തന്നെ നിരവധി തൊഴിലാളികളെല്ലാം തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. അതേസമയം തന്നെ സാരമായി പരിക്കേറ്റവരെ ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെ തന്നെ ആശുപത്രിയിൽ നിന്നും വിടുമെന്നാണ് അറിയിച്ചത്. അതേസമയം തന്നെ ഇതിൽ എത്ര ഇന്ത്യക്കാർ തുടങ്ങിയവരെല്ലാം തന്നെ കൂടുതലായി വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഏറ്റവും ഒടുവിലായി വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് പുറപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഈ സംഭവം നടന്ന ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ നടത്തുകയും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ അംബാസിഡർ അടക്കം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് അയക്കുകയും അവിടുത്തെ കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയും ഈ സംഭവത്തിന്റെ ഏകോപനത്തിനായി കുവൈറ്റിലേക്ക് ഇപ്പോൾ പുറപ്പെടാൻ ഒരുങ്ങുന്നത്. വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുന്നു എന്ന ഏറ്റവും പുതിയ വിവരം, അതിന്റെ വിശദാംശമാണ് നിതിൻ അംബുജൻ നൽകിയത്. അതിനിടെ മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, മരിച്ചവരിൽ 11 പേർ മലയാളികൾ, ഇനി പരുക്കേറ്റവരിലും ഒക്കെ മലയാളികളുണ്ട് എന്ന തരത്തിൽ വിവരം വരുമ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ ആവശ്യപ്പെടുന്നത്? അനുജ, ഈ കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട മലയാളികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരും അതോടൊപ്പം പരിക്ക് പറ്റിയവരുമുണ്ട്. ആശ്വാസ നടപടികളും രക്ഷാപ്രവർത്തനവും ഊർജിതമാക്കണം. ഇതിനായി ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് എത്ര പേർക്ക് പരിക്കേറ്റു തുടങ്ങിയ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനത്തിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ആവശ്യപ്പെടുകയുണ്ടായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ മലയാളി സംഘടനകളുമായി UDF-ഉം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശനും ബന്ധപ്പെടുന്നുണ്ട്, ഇവരുടെ കണക്കുകൾ ശേഖരിക്കുന്നതിനും അതോടൊപ്പം ആശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി എന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനുജ, കുവൈറ്റ് അപകടത്തെ തുടർന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. മരണമടഞ്ഞവരിലും പരുക്കേറ്റവരിലും മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും ആശ്വാസ നടപടികളും ഊർജിതമാക്കണം, ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഈ അപകടത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരത്തെ തന്നെ അനുശോചിച്ചിരുന്നു. ഒപ്പം ഇന്ത്യ ഈ അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം, 11 മലയാളികളാണ് മരണമടഞ്ഞത്. ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ ആകെ മരണമടഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ്. അതിൽ തന്നെ മലയാളികൾ ഒട്ടേറെയുണ്ട് എന്നുള്ളതും ഏറ്റവും ദുഃഖകരമായ വിവരമാണ്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. മണപ്പുറം ഫിനാൻസ് VPN IBE അവാർഡ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപകനും MD-യുമായ ഗോകുലം ഗോപാലന് സമ്മാനിച്ചു. ബിസിനസ് മേഖലയിലെ മികവിനാണ് അവാർഡ്. കൊച്ചി ലേ മെറിഡിയനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് MD and CEO VP നന്ദകുമാർ പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിച്ചു. പെഗാസസ് ചെയർമാൻ അജിത് രവിയും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് സംഭവിച്ചതുമായി പ്രജിൻ സി കണ്ണൻ. നമസ്കാരം.